ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് പൈനാപ്പിൾ ഫ്രൈ ആണ്. അപ്പോൾ നമ്മുടെ സ്പോട്ട് എന്ന് പറയുന്നത് അറിയാം, നല്ല പച്ചപ്പും അല്ലേ, വാ നമുക്ക് കാണിച്ചു തരാം. നല്ല പച്ചപ്പ്, നല്ല ഒരു നിറഞ്ഞൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് പറയാം അല്ലേ ഇതിന്. അപ്പം നമ്മുടെ സ്പോട്ട് അവിടെയാണ്. നമ്മുടെ സ്പോട്ടൊക്കെ നമ്മൾ യൂസ് ഒക്കെ വെച്ചേക്കുന്നത്. അപ്പം നമ്മളെല്ലാം ഇവിടെ കാണിക്കാം അല്ലേ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ വീഡിയോയുടെ സ്പോട്ട്, ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. നമുക്കറിയാം, നല്ല പച്ചപ്പും നമ്മുടെ ഉള്ള നല്ല മനോഹരിതയുള്ള ഒരു സ്പോട്ടാണത്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് നേരെ നമ്മുടെ വീഡിയോ നമുക്ക് നടക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് എടുത്തേക്കുന്ന ഒരു ഫുൾ, അതായത് ഒരു ഫുൾ പൈനാപ്പിൾ ആണ്. നമ്മളിത് പറഞ്ഞ അല്ലേ, നമ്മളിത് പറഞ്ഞ പേര് കൈതച്ചക്ക. പക്ഷെ നോർമലി നമ്മൾ പറയുന്നത് പൈനാപ്പിൾ എന്നാണ്. പക്ഷെ നമ്മൾ എടുത്തേക്കുന്ന ഒരു ഫുൾ. ഫ്രണ്ട്സ്, നമുക്ക് ഇതിലേക്ക് വേണ്ട ഐറ്റംസ് എന്ന് പറയുന്നത് റവ, പഞ്ചസാര, മൈദ, എള്ള്, ചെറുജീരകം, പിന്നെ ഇത്ര ഐറ്റംസ്. പിന്നെ നമുക്ക് പൈനാപ്പിളും കൂടി വേണം. അപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഐറ്റംസ് വേണമെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്താക്കാം, നേരെ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ പൈനാപ്പിളിൻ്റെ പുറത്തെ തൊലിക്ക് നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കൊടുക്കാം. കാരണം നമുക്ക് വേണ്ട നമ്മുടെ അകത്ത സാധനം മാത്രമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വൃത്തിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. പൈനാപ്പിള് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ തന്നെ വലിയ പീസൊക്കെ എടുക്കുന്നല്ലേ. 100 ഗ്രാം മൈദ. അടുത്തതായി റവ 4 സ്പൂൺ, 4 അല്ലെങ്കിൽ 50 ഗ്രാം അല്ലേ. അടുത്തത് എള്ള്, നമ്മൾ എടുത്തത് 1/4 ടീസ്പൂൺ ആണ് ഫോർ എ ടേസ്റ്റ്. അടുത്തതായി 1/4 ടീസ്പൂൺ ഉപ്പ്. അടുത്തതായി ബേക്കിംഗ് സോഡ, ഒരു 1/4 ടീസ്പൂൺ മാത്രം ഇട്ടാൽ മതി. അടുത്തതായി ജീരകം, ഇത് ഒരു 1/4 ടീസ്പൂൺ മാത്രം എടുത്താൽ മതി, 1/4 ടീസ്പൂൺ. അടുത്ത കുറച്ച് കിസ്മിസ്, നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരിക്കായിട്ടുള്ള ഒരു. അടുത്തതായി മുട്ട പൊട്ടിക്കുന്നു, ഇടുന്നു, അത്രേ ഉള്ളൂ. അടുത്ത നമുക്ക് എല്ലാ പൊടിയും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഇളക്കി കൊടുക്കാം അല്ലേ. മിക്സ് ആക്കിയിട്ട് നമ്മുടെ എടുത്ത് വെച്ച നമ്മുടെ മൈദ, നമ്മുടെ റവ, എള്ളൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് ശരിക്ക് മിക്സാക്കി നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 10 മിനിറ്റ് നമ്മുടെ യോജിച്ച് വെച്ച മാവ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് മെല്ലെ എടുക്കാം. ഗ്യാസ് ഊറ്റൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ തീ എന്തായാലും കൊടുക്കാമല്ലോ, നമുക്ക് തീയെല്ലാം കൊടുത്തിട്ട് എന്തായാലും ഇത് ഭയങ്കര പുകയൊക്കെ ആവുമോ? അത് കുഴപ്പമില്ല, സാധനം ആക്കിയൊന്നും തോന്നുന്നു അല്ല, മെല്ലെ കത്തിക്കാമല്ലോ എന്തായാലും. മെല്ലെ കത്തിക്കും, കുഴപ്പമില്ല. പുക വരുന്നുണ്ടല്ലോ, പുക വരുന്നേ. അതെനിക്ക് തോന്നുന്നത് സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഗ്യാസിന്റെ ചെറിയ ലീക്ക് ഉണ്ട്, അതുകൊണ്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഗ്യാസ് ലീക്കാണ് സംശയം ഉണ്ടത്. ഇത് നോക്കാം നമുക്കല്ലേ, ഒന്ന് ശരിയാക്കണം, നോക്കണേ. നോക്ക്. തീ വരുന്നുണ്ട്. നീ നോക്ക്. പേപ്പർ കത്തിക്കാം. ചട്ടി. അടുത്തതായി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് എടുത്തു വെച്ച പൈനാപ്പിൾ നമുക്ക് ഇതിലേക്ക് എടുത്തി നമുക്ക് എന്താ ചെയ്യാം, മാവിലേക്ക് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് പൊരിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്, കണ്ടോ. ആഹാ, റെഡി ആയിട്ടുണ്ട്, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, നമ്മുടെ പൈനാപ്പിൾ ഫ്രൈ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് എന്ത് ചെയ്യാം, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഭയങ്കര ചൂടാണ്, നമുക്ക് ജസ്റ്റ് ചെറിയ കഷ്ണം എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ടേസ്റ്റ് നോക്കാം. അപ്പോൾ ഗൈസ്, അതിന് ടേസ്റ്റൊക്കെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കി നോക്കാൻ പറ്റിയ സാധനമാണിത്. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.